ഹായ് ഗായ്സ്, എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ്. കേരളം ഇന്ന് ഒറ്റുനോക്കുന്ന ചർച്ചയാണ്. കേരള ലൈവ് സ്ട്രീം സമൂഹം അതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം എവിടെ. ഈ ഒരു കണ്ടന്റ് എടുക്കാൻ നമ്മളെ സജസ്റ്റ് ചെയ്തത് എന്നെ നമ്മുടെ ഒരു അഭ്യൂകാംക്ഷിയായ നാരായണൻകുട്ടി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് ദോസട്ടോ ഒരു സാധനം കത്തി നിൽക്കുകയാണ്, യൂട്യൂബ് കത്തി നിൽക്കുകയാണ്, ഇതെടുത്തിട്ടോ ഒരു സാധനം എന്ന് വെച്ചാൽ ഇന്നോ നാളെയോ ഇടണം. അതെ, നമ്മൾ ആ മറ്റേ സീക്രട്ട് ഏജന്റ് മോഡൽ എന്നെ പിടിച്ച് എന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ല, അവന് ആ ഒരു ഒക്കെ കണ്ടപ്പോ അവന് തോന്നിയോ രക്ഷപ്പെടാൻ ഒരു മാർഗം. നാരായണൻകുട്ടിക്ക് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ ഇല്ല സീക്രട്ട് ഏജന്റ് ഒക്കെ ഇടുന്നു. പിന്നെ അല്ല, നമ്മുടെ വ്യൂസ് ഒക്കെ കണ്ടാണ്. അപ്പൊ ഇതെങ്കിലും ഇട്ട് അവര് ഇഷ്യൂ എന്താണ് സംഭവം? ഇഷ്യൂ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ തുടങ്ങിയപ്പോഴേ അത് തീർന്നു. ഇഷ്യൂ ഈകള് ഇപ്പൊ സ്റ്റോറി ഇട്ടേക്കുന്നു. നമ്മൾ ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് മൈക്കൊക്കെ വെച്ചപ്പോഴത്തേക്ക് സ്റ്റോറി ഇട്ടേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വന്ന് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈഗിളും മണവാളനും തമ്മിലുള്ള ഒരു കൊമ്പ് കോർത്തതിന്റെ ഒരു ലൈവില് വന്നിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് കച്ചടയായി. അതാണ് സംഭവം. ജഗബുഗായി. അപ്പൊ അതിപ്പോ നമ്മളിവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവര് സോൾവ് ആവുകയും ചെയ്തു. സെറ്റ് ചെയ്തല്ലേ, അപ്പൊ അതിനെ പറ്റി പറയാതിരിക്കണം മോശമല്ലേ. സെറ്റ് ചെയ്തിരിക്കും. നമ്മളിപ്പോ നമ്മള് റിസർച്ച് ചെയ്ത് അതിനെ പറ്റിയാണല്ലോ. അത് വേസ്റ്റ് ചെയ്ത് കളയാൻ എന്തിനാ? പാവം നാരായണൻകുട്ടി. അപ്പോഴത്തേക്ക് അവര് ഒന്നിച്ചു ഗൈസ്. എന്ത് ചെയ്യാൻ, അവർക്ക് നാളെയോ മറ്റന്നാളോ ഒന്ന് ഒന്നിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? നമുക്ക് ഇനി പറയാനുള്ളത് അതാണ് ഞാൻ ആലോചിക്കണം. അവര് ഇനി പറയാനുള്ളത് ഇനിയിപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ സ്ട്രീമിംഗ് പുതിയ ലോകത്തെ സ്ട്രീമിംഗ് ഉണ്ടല്ലോ. ഇപ്പം മലയാളത്തിൽ എല്ലാവരും ഈ തൊപ്പി മോഡൽ സ്ട്രീമിംഗ് ആണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഈഗിള് പറഞ്ഞത്. ഈ മറ്റേ അവര് രണ്ടുപേരും ഫോട്ടോ വെച്ചിട്ട് പുള്ളിയുടെ ഡിസ്കോഡില് എന്തോ ഒരു റിയാക്ഷൻ, ഈ പുള്ളി ഡിസ്കോഡ് റിയാക്ഷൻ ഉണ്ട് ഈ ഈഗിളിന്. അപ്പൊ ഈഗിള് ഡിസ്കോഡ് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഫോട്ടോ വന്നിട്ട് എന്തോ സംഭവം വന്നു. അപ്പൊ പുള്ളി പറഞ്ഞാണ് ഇങ്ങനെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല, ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒന്നും ആരും ഇപ്പൊ അങ്ങനെ കാണാറുമില്ല, ആരും ചെയ്യാറുമില്ല, എല്ലാരും ഇപ്പം തൊപ്പി മോഡൽ സംഭവമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വട്ടം കൂടി ഇരുന്ന് ലൈവ് ചെയ്യുന്നു. അങ്ങനത്തെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എല്ലാരും കൂടെ നമ്മളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്ന പോലത്തെ. അതെ അതെ. പക്ഷെ ആ ഒരു കൂടെ നമ്മളില്ലായിരുന്നു, അവിടെയും ഇല്ല. അത്രയ്ക്ക് വളർന്നില്ലെന്ന് തോന്നുന്നു. അതെ. അപ്പം ഇനി ലൈവൊക്കെ വരുമ്പോ എല്ലാരും നമ്മളെ പൊക്കി കൊണ്ടുവയ്ക്കുക. നമുക്ക് അങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞു അവരെ പോലെ കോൺട്രവേഴ്സിയും വരുന്നില്ല. ഒന്നും ഇങ്ങോട്ടൊന്നും ആകണില്ല. ട്രൈ ചെയ്യണുണ്ട്. അപ്പൊ അങ്ങനെ അവർ റിയാക്ട് ചെയ്തപ്പോഴത്തേക്കും ഇതിനെ മറ്റൊരു റിയാക്ട് ചെയ്തു. അതായത് ഈഗിള് റിയാക്ഷൻ ചെയ്യുന്ന സാധനത്തിന് മറ്റേ മണവാളൻ റിയാക്ഷൻ. ഈഗിള് റിയാക്ട് ചെയ്തത് ഇത് ഒരു എന്ന് പറഞ്ഞാൽ എല്ലാരും ഇതിലോട്ട് ചുമ്മാ എന്ന് വെച്ചാ ഒരാൾ അവിടെ സ്ഥലത്തിരുന്നിട്ട് 5 പേര് ഗ്രൂപ്പായിട്ട് ഇരുന്ന് അങ്ങനെ ആയിപ്പോയി. അപ്പൊ പുള്ളി ആ സംഭവം പക്ഷെ മാന്യമായിട്ട് തന്നെ പറഞ്ഞു. പുള്ളി അതൊരു ഹെൽത്തി രീതിയിൽ തന്നെ പറഞ്ഞത്. ഈഗിള് ഒരു ഹെൽത്തി രീതി തന്നെ പറഞ്ഞു. അപ്പൊ അത് മറ്റൊരു റിയാക്ട് ചെയ്തത് കുറച്ച് മണമണം റിയാക്ട് ചെയ്തത് അത് വെച്ചിട്ട് അത് ഇത്തിരി പ്രൊവോക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരടാ ഇത് ഈഗിളാര് അറിഞ്ഞൂടല്ലോ, അഭിനയിക്കണ തന്നെ ഈഗിളിനെയൊക്കെ അറിയാതിരിക്കും ഒരു വഴിയില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയാൻ പറ്റും. സീരിയസ് അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് നോക്കാത്ത ഒരാളാണ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോഴ് ഇങ്ങനെ ആരാണ് ഈ മണവാളൻ എന്ന് പറയുന്ന പുള്ളിയും പണ്ടേ ഉള്ളതാ. അപ്പൊ അവർക്ക് എന്താ, നമ്മള് പണ്ട് ഇത് മലപ്പുറത്ത് അവാർഡ് വാങ്ങാൻ പോയില്ലേ, സ്റ്റേജിൽ നിന്ന് അഴിവിയത്. നീ ബാക്ക് ബോൺ ആയിട്ട് അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അന്ന് ദാസേട്ടൻ കോഴിക്കോടിനെ അപമാനിച്ചു വിട്ടെന്നും പറഞ്ഞ് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി എന്തോ സ്പെഷ്യൽ ആയിട്ട് വിളിച്ചില്ല, അങ്ങനെ എന്തോ ഉണ്ട്. പുള്ളി ഒരു ഇത് വിട്ട്, മറ്റേ ലൈവോ സ്റ്റോറിയോ എന്തോ റീലോ എന്തോ ഇട്ട്. അപ്പോഴാണ് ഞാൻ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വന്നു പോയി. അപ്പോഴേ എന്ന് വെച്ചാൽ ദാസേട്ടനെ കണ്ടായിരുന്നു. കണ്ടിട്ട് വെളിയിറങ്ങിയിട്ട് ചങ്കുകളെ
ചങ്കുകളെ, എന്റെ കൂട്ടുകാരെ എന്നെ ഇവിടെ അപമാനിച്ചു വിട്ടു, എനിക്ക് അവാർഡ് തന്നില്ല, അങ്ങനെ എന്തോ പറഞ്ഞ് അങ്ങനെയായിരുന്നു സംഭവം. എനിക്കൊരു ഓർമ്മ ഉണ്ട് കുറച്ച്. അതെ. എന്നിട്ട് അന്ന് നമ്മള് കാണുന്നത് പുള്ളി മണവാളിനെ കണ്ടിരുന്നു. അതായത് അന്നത്തെ ലുക്ക് കുറച്ച് മറ്റേ നല്ല മുടിയൊക്കെ സാധാരണക്കാരെ പോലെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വന്നത്. ക്യാമറ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വന്നത്. അപ്പൊ അന്നാണ് പുള്ളിയെ കണ്ടത്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ആള് ഉണ്ടായിരുന്നാണ്. പിന്നെ ഇപ്പം ഈ എന്തോ അറസ്റ്റിലൊക്കെ ആയി, അങ്ങനെ ഒരു മുടി മുറിച്ചതിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, വാർത്ത ഉള്ളതുകൊണ്ട് അത് പറഞ്ഞായിരുന്നു. പ്രാങ്ക് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പുള്ളി ലൈവ് സ്ട്രീം ഇപ്പൊ 3-4 സ്ട്രീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയെ ഇങ്ങനെ പുള്ളി അത് റിയാക്ട് ചെയ്ത്, ഈഗിള് ആരാണ് എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത് അങ്ങനെ ചെയ്തപ്പോ ഈ കൂടെ ഉള്ള ഒരാള് ഇപ്പൊ സോൾവ് ആയവരല്ലേ, സോൾവ് ആയ ആളില്ലേ, അവ എന്തോ വാണം എന്ന് വിളിച്ചു. അത് ഈഗിളിന് റിയാക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ അയച്ചു കൊടുത്തു. അപ്പോഴ് പുള്ളി തിരിച്ചു കൊടുത്തു. അത് കേട്ടിട്ട് ഈഗിള് നല്ല രീതിയിൽ അങ്ങനെ എന്താ വിളിച്ചു. അവളത് നല്ല ഇതായോണ്ട് അത് പറയുന്നില്ല. നമ്മൾ ലൈവിലൊക്കെ ഭയങ്കര ഡീസന്റ് ആണ്, ഇത് കണക്കൊന്നും അല്ല. നീ ഇനി കുറച്ച് ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ പറയാം. അല്ല, ഞാൻ സത്യം പറഞ്ഞ ആ സാധനം കണ്ട് ഞാൻ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ ഇരുന്ന് പറയണമെന്ന് ഞാൻ ആലോചിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഭയങ്കര നോർമലൈസ് ആയടാ, ഈ പള്ളുവിളിയും തന്തയ്ക്ക് വിളിയും പിന്നെ ഈ വാണോന്നൊക്കെ അതിൽ പറയുന്നില്ലേ, അതൊക്കെ ഭയങ്കര ചെറിയതായിട്ട് നമ്മളിപ്പം പോടാ എന്ന് പറയുമ്പോഴത്തെ പൂച്ച എന്നൊക്കെ പറയും. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഈഗിള് ഇതിനെ റിയാക്ട് ചെയ്തു. ആദ്യം ഒരു റിയാക്ഷൻ ചെയ്ത്, പിന്നെ അതിനെ മറ്റൊരു റിയാക്ട് ചെയ്ത്, പിന്നെ അതിനെ ഈഗിള് റിയാക്ട് ചെയ്ത്, പിന്നെ ഈഗിള് റിയാക്ട് ചെയ്ത്, ഈ ഈഗിള് റിയാക്ട് ചെയ്തതിനെ പിന്നെ അവന്മാര് റിയാക്ട് ചെയ്തു. അപ്പൊ അവന്മാര് റിയാക്ട് ചെയ്തപ്പോ അവന്മാരിലൊരുത്ത ഈ മറ്റേ വാണം എന്ന് വിളിച്ച പയ്യനില്ലേ, അപ്പൊ അവന് അതിനെ ലഘൂകരിച്ചാണ് അവൻ പറഞ്ഞത്. അവൻ മറ്റെന്തൊരു ഞാൻ വാണോന്ന് വിളിച്ചോളൂ, വാണോന്ന് ഞാൻ വിളിച്ചോളൂ, അതിനെ എന്റെ വീട്ടുകാരെ മുഴുവൻ എങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. അപ്പൊ അതിനെ പിന്നെയും ഈഗിള് റിയാക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അങ്ങനെ എന്തൊക്കെയോ റിയാക്ഷൻസ്, സീരീസ് ഓഫ് റിയാക്ഷൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റിയാക്ഷൻ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോ അവര് സോൾവ് ആയി. അതെവിടുത്തെ ന്യായം? അല്ല, അതിനിടയ്ക്ക് ഒരാള് വന്നു, മറ്റേ പുള്ളി വന്നു ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ഷാജഹാൻ. പുള്ളിയുടെ ലൈവ് സ്ട്രീം കണ്ടു നോക്കിയാ കണ്ടു പുള്ളിയുടെ ലൈവ് സ്ട്രീം അല്ല, ആ ഒരു ചെറിയൊരു ബിറ്റ് ഉണ്ട്. പുള്ളി എന്താ പുള്ളിയും ഇങ്ങനെ ആരാണ് ഈഗിൾ, അങ്ങനത്തെ ആരാടാ ഈ ഈഗിൾ എന്നുള്ള രീതിയിൽ പുള്ളി മറ്റേ അവനെ കട്ടി മോശമായി പോയ ആളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി ഈഗിൾ റിയാക്ട് ചെയ്ത് അതിൽ നിന്നൊരു ഓഡിയൻസ് കിട്ടണം, അങ്ങനെയായിരിക്കും ഉദ്ദേശം. തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന അല്ലല്ലോ, തൊപ്പിയുടെ കൂടെ ഒന്നും അവര് ശത്രുതയാ, തൊപ്പി ഇവരും തമ്മിൽ എന്തോ ഒരു സംഭവം ശത്രുതയാ. ഈ ഷാജഹാൻ എന്ന് പറഞ്ഞാൽ വലിയ മാസാണ്. എന്റെ സിനിമയിലൊക്കെ പറയും നല്ല മാസാ, ഭയങ്കര മാസാ. ഇങ്ങനെ അങ്ങ് ഇരിക്കും. അല്ല, പുള്ളി ഇങ്ങനെ ഇരിക്കും, പുള്ളിയുടെ പിറകിൽ കുറെ കൊച്ചു പിള്ളേരെ, അത് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കളർ അടിച്ചിട്ട്, കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ കളറായിട്ട് പച്ച നീല അങ്ങനെ കളർ അടിച്ചിട്ടിരിക്കൂലേ. അത് ചില്ലറ മുടിയൊന്നുമല്ല, നല്ല മുടി. അത് കണ്ട അസൂയ തോന്നും. അതിൽ ഒരാള് മറ്റേ ടാർഗേറിയൻ ഹൗസ് ഓഫ് ഡ്രാഗൺസിലെ ഒരുത്തമുണ്ട്, അതിലൊരു പയ്യുണ്ട്. അപ്പൊ അത് തന്നെ വലിയ നീട്ടി വളർത്തിയിട്ട് അത് ഫുള്ള് ഈ ബ്ലോണ്ട് വെച്ചേക്കുന്നു. ഇവരെ യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞ ഇവർക്ക് ഇത് അടിയാണ്. ഞാൻ ഇങ്ങനെയാണ് ബോക്സിംഗ് കൾച്ചർ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നെ ഒന്ന് നേർക്ക് നേരെ വന്ന ഇടിക്കും, അങ്ങനത്തെ ഒരു മാസ് പരിവേഷമാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നും. കാരണം നമുക്ക് ഈ മാസൊക്കെ മോഹൻലാലും മമ്മൂട്ടി സുരേഷ് ഗോപിയൊക്കെ ഇതാകും. ഇതൊക്കെ കാണുമ്പോ കോമഡി ആയിട്ട് തോന്നും, കോമഡി പീസ് ആയിട്ടൊക്കെ തോന്നും. സർവ്വസാധാരണ അല്ല, അങ്ങനെ തോന്നി. കാര്യം അവര് മറ്റേ നിനക്ക് തോന്നിയില്ലേ വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ പോയി അല്ല, വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നല്ല പുള്ളിക്കാരൻ അതെ ആ പുള്ളി തന്നെ. അപ്പൊ അങ്ങനെ ഈ അവര് റിയാക്ട് ചെയ്ത് അവസാനം ആയപ്പോഴത്തേക്കും ഈ
ലാസ്റ്റ് ഇപ്പൊ അവര് സോൾവിങ്ങിലേക്കുള്ള റിയാക്ഷനിലേക്ക് പോവുകയാണ്. അല്ല പക്ഷേ ഈ ഇപ്പം ലൈവ് സ്ട്രീമിങ്ങിന്റെ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഇപ്പം ഈ എവരാണെങ്കിൽ പോലും ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇപ്പൊ ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പം അവരെ ഈ റേജ് ബൈറ്റ് ചെയ്യാണല്ലോ ഈ ആൾക്കാരെ, ഈഗിളിന്റെ വ്യൂവേഴ്സിനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലല്ലേ അവരുടെ. അതെ എന്ന് വെച്ചാ പുള്ളിയുടെ വ്യൂസ് ഇപ്പം പുള്ളിക്ക് 1.5 മില്യൺ ഉണ്ടെങ്കിലും ലൈവ് സ്ട്രീമില് തുടക്കമായതുകൊണ്ട് വ്യൂസ് കുറവാണ്. യൂട്യൂബിലില്ല വ്യൂസ് കുറവാണ്, കാണാനും വാച്ചിങ്ങും കുറവാണ്. അപ്പോഴും ഈ ഈഗിളിന്റെ ഇഷ്യൂ വന്നപ്പോഴും ലാസ്റ്റ് ഈഗിളിന്റെ ഇഷ്യൂ എന്നും പറഞ്ഞ് ഇട്ടപ്പോഴും അതിന് 200K വ്യൂസ് ഉണ്ട് ആ ലൈവ് സ്ട്രീമിന്. അപ്പോഴും അതിലുള്ള വ്യത്യാസം കണ്ടില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കുറച്ചു പേരെങ്കിലും അറിയും ഇങ്ങനെ ഒരു സ്ട്രീം തുടങ്ങി നടക്കുന്നുണ്ടെന്ന് അറിയും. അതിന് കാരണമായത് ഈഗിള് തന്നെയാണ് അല്ലേ? അത് ശരിയാ, ഈഗിള് റിയാക്ട് ചെയ്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആയത്. ഇല്ലെന്നേ ഒരു ചിലപ്പം അതങ്ങ് അണഞ്ഞു പോയാൽ അറിയാതെ പോയാൽ. പക്ഷെ പുള്ളി വെച്ച ഡിസ്കോഡ് ലൈവ് റിയാക്ഷൻ ചെയ്തു, എന്തായാലും റിയാക്ട് ചെയ്ത് പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോഡ് വന്നിട്ട് ഓരോ ക്ലിപ്പ് വരുമ്പോഴേ അത് റിയാക്ട് ചെയ്യണം. അവരയച്ചു തരണല്ലേ, അതില് റിയാക്ട് ചെയ്തു. പിന്നെ അവര് റിപ്ലൈ കൊടുത്തു, പുള്ളിക്ക് പ്രതികരിക്കുന്ന റിപ്ലൈ കൊടുത്തു. അങ്ങനെ സത്യം പറഞ്ഞാൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ വ്യൂ എന്ന് വെച്ചാൽ ആൾക്കാരെ കൊണ്ടുവരുന്നതും വ്യൂസ് കയറുന്നതും വെച്ച് നോക്കിയാൽ അത് നല്ലതാണ്. പള്ളുവിളി കിട്ടും, പക്ഷെ നെഗറ്റീവ് പബ്ലിസിറ്റി പോലെ. പിന്നെ ഉള്ള എത്തിക്കലി അത് യൂട്യൂബിൽ ഇത് സർവ്വസാധാരണ പണ്ട് ഉണ്ടായിരുന്നു ഈ പരിപാടി. പണ്ട് പക്ഷേ മറ്റേ ലൈവ് സ്ട്രീമിംഗ് അല്ലായിരുന്നു, മറ്റേ അല്ലാണ്ട് വ്ളോഗ് ഇട്ട് ചെയ്യുമായിരുന്നു. ഈ മറ്റേ ഇവരൊക്കെ ഇല്ലേ, അയ്യോ നമ്മുടെ ഈ ബുൾജെറ്റും മറ്റേ അവരുടെ സാധനം ഉണ്ടായിരുന്നു, അയ്യോ മറന്നിരിക്കുന്നു. അവര് വ്ളോഗ് രീതിയിലായിരുന്നു. ഒരു വ്ളോഗ് അവരിടും, അടുത്ത വീണ്ടും വ്ളോഗ് ഇടും, അത് കണ്ടിട്ട് വീണ്ടും ഇടും, അങ്ങനത്തെ രീതി. ലൈവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം ലൈവിന്റെ ഒരു മാറ്റമാണ്. കാരണം തൊപ്പി കഴിഞ്ഞ് വേറെ ആരും ഇല്ലായിരുന്നു, വേറെ ആരും അങ്ങനെ ഒരു വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും വന്ന് ആൾക്കാർ കുറച്ചും കൂടെ ലൈവ് സ്ട്രീമിങ് കുറച്ചും കൂടെ ഒരു ഇതായി. അതാണ് അല്ല ഇത് നമ്മള് മറ്റേ എനിക്ക് തോന്നുന്ന നമ്മുടെ മറ്റേ ജോബിന്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇന്റർവ്യൂ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ അതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ലൈവ് സ്ട്രീം. അത് ഇട്ടില്ലെന്ന് തോന്നണല്ലേ? ഇട്ടില്ല. നമ്മള് എപ്പോഴും പറയുന്ന ഇനി ഫ്യൂച്ചർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലൈവ് സ്ട്രീം ആയിട്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇതിനേക്കാൾ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത് ചിലപ്പോ ലൈവ് സ്ട്രീം ആയിരിക്കും ഫ്യൂച്ചർ എന്ന് പറയാറുണ്ടായിരുന്നു. അതും കൂടെ കണക്കാക്കിയാണ് നമ്മള് ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മള് ട്രൈ ചെയ്യുന്നത്, ഇടുന്നത് ലൈവ് സ്ട്രീം. അല്ല അത് ഇൻസ്പയർ ആയി ചെയ്യുന്നതൊന്നും വലിയ റോങ് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. ഇപ്പം അതാണ് ട്രെൻഡിങ് എങ്കിൽ അത് ചെയ്യണം. ഇത് വേറെ എന്താണ് നമ്മള് പഴയ നമ്മുടെ എത്തിക്സും വെച്ചോണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എത്തിക്സ് വെച്ചോണ്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ഈ രീതിയിലെ വീഡിയോ ഇടും, അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മള് ചിലപ്പം ഈ രീതിയിലെ നമ്മള് വീഡിയോ ഇടും, ഇങ്ങനെ രീതി ഇടും, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വ്യൂസ് കുറവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പിന്നെ ഓവർ ചൂസ് ചെയ്യും, ഭയങ്കര ഇതായി കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു ട്രെൻഡ് സക്സസ് ആണെങ്കിൽ അത് റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യണേന് നല്ലത്. യൂട്യൂബിൽ നല്ലത് അങ്ങനെയല്ലേ, നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് വരണത്. ഇപ്പൊ തൊപ്പിയിലെ ഒരു സാധനം തൊപ്പി വ്യൂവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്ത് എന്തായാലും ഒരുപാട് വന്നു. പക്ഷെ അത് അതേ പറഞ്ഞാൽ ലേറ്റായി കുറച്ചു പേരേ ഉള്ളൂ. ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേഷൻ ഇപ്പം അവൻ പോലും ചെയ്യണില്ല. ഈ തൊപ്പി പോലും അങ്ങനത്തെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഈ സാധനം ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കാലം കഴിഞ്ഞു. ആ ഒരു അറ്റൻഷൻ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് കഴിഞ്ഞു. അത് ഈ റേജ് ബൈറ്റിങ്ങിന്റെ ഒരു സംഭവമായിരുന്നു ആദ്യം പുള്ളി ചെയ്തോണ്ടിരുന്നത്. ഇപ്പം തൊപ്പിക്ക് തെറി വിളി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്തപ്പോ അങ്ങനെ സാധനം ചെയ്യുമായിരുന്നു. പിന്നെ അവര് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഇവര് തമ്മിലുള്ള ഭയങ്കര ഈ തൊപ്പിയുടെ ആ ഒരു ഗ്യാങ് കുറച്ചും കൂടെ ഒരു ബോണ്ട് ഇത്തിരി കൂടുതലാണ്. അവർ തമ്മിലുള്ള ഒരു സ്നേഹവും ബോണ്ടും കൂടുതലായോണ്ടായിരിക്കും അവർക്ക് ഇത്രയും നമ്മൾ നാച്ചുറലി അല്ലേ ലൈവിൽ എപ്പോഴും റിയാലിറ്റി അല്ലേ, അതുകൊണ്ടായിരിക്കും അത് എത്രയും ഒരു റിലേറ്റ് ആവുന്നതും ആൾക്കാർക്ക് ഇഷ്ടവും എന്റർടൈനിങ് ആവുന്നതും അങ്ങനെ ആയിരിക്കാം.
അതുപോലെ നമ്മുടെ ലൈവും ഭയങ്കര ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നുന്നത്. അതെ അതെ, അത് പൊതുവേ എനിക്ക് നമ്മള് ഭയങ്കര ഒരു ഇതല്ലെങ്കിൽ നമ്മളെ ലൈവ് വളരെ മോശമല്ല. അല്ല മോശമല്ല, ആൾക്കാരുടെ ഫീഡ്ബാക്കും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ട് അത്ര നല്ലൊരു അപ്രിസിയേഷൻ ഒക്കെ ഉണ്ട്. മറ്റേ ഓണം ലൈവിനൊക്കെ നല്ല അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ നമ്മളെ കുക്കിംഗ് ചെയ്തതിന് രാത്രി 12:30 വരെയൊക്കെ നല്ല കുറെ റെസ്പോൺസ് ഉണ്ട്. കാര്യം ഇപ്പൊ 1000 പേരൊക്കെ വന്ന് കാണാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി വി ആർ ബ്ലെസ്ഡ്. 1000 പേര് നമ്മളെ ഫ്രണ്ട് നിൽക്കണ ആലോചിച്ച് നോക്കി. 1000 വാച്ചിങ് ലൈവില് നല്ല വ്യൂ ആ വാച്ചിങ്. ഈ മണവാളൻ ഇത് ഷാജഹാനൊന്നും ആ വ്യൂ ഇല്ല. 100-150 ഒക്കെ ഉള്ളൂ. ഇത് കണ്ടിട്ട് നമ്മള് ദാസൻ ആരാണെന്ന് ചോദിക്കോ, വിനു ആരാണെന്ന് ചോദിക്കോ. ഇതൊക്കെ ഏവന്മാരായത് അങ്ങനെ പേര് കൊടുത്ത് ചോദിക്കാൻ തോന്നില്ല, വേറെ വല്ലതായിരിക്കും. ഇവരുടെ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഇനി എടുക്കാൻ പോകുന്നത് ഇനി റിയാക്ട് ചെയ്യുമ്പോ ഇവര് മറ്റേ മാസ് അടിച്ചിട്ട് അന്റെ ഇതൊന്നും ഇവിടെ അളക്കൂലെന്നും പറഞ്ഞ് ഇവര് പള്ളു വിളിക്കും, ഇവര് വീട്ടിലുള്ളവരെ വിളിക്കും. അങ്ങനെയാണ് ഇവര് പതിവ്. പതിവ് ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മള് ചീത്ത വിളി വാങ്ങാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, അങ്ങനെ ചീത്ത വിളിച്ചാൽ ഇപ്പം അത് അവരുടെ ഇതാണ്. നമ്മളതിൽ വീഴാതിരുന്ന മതിയല്ലോ. റിയാക്ട് ചെയ്യാതിരുന്ന പപ്പു പറയും തുറക്കൂലടം പട്ടി, തുറക്കൂലടം പട്ടി. അപ്പൊ അങ്ങനെ ഇരിക്കാം. പക്ഷെ ഈ ലൈവ് സ്ട്രീമിങ് സത്യം പറഞ്ഞാൽ കുറെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് ഇപ്പൊ കാർത്തിക് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇത് ചുമ്മാ ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര പാടായിരുന്നു. ആ സമയത്ത് നെറ്റിന്റെ സ്പീഡും അതൊക്കെ ഭയങ്കര. എനിക്ക് തോന്നുന്നത് ഷെർലക് ഹോംസിന്റെ എന്തോ സാധനം കൊണ്ടാണ് ഗെയിം ഇട്ടിട്ടുണ്ട് പണ്ട്. ആരും കാണാനില്ല, അന്നൊക്കെ ആര് കാണാനില്ല. എടാ ഈ ലൈവ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഗെയിം ലൈവ് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഈ ലൈവ് അത്ര ഇൻട്രസ്റ്റ് ചിലവർക്ക് മാത്രമേ ആ ഒരു ഇത് കണക്ട് ആവുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല ലൈവ് ഗെയിം കളിക്കണ ഗെയിം പ്ലേ ഉണ്ടല്ലോ. അത് ചിലപ്പോ എന്തെങ്കിലും ഒരു ഗെയിം എവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോ എടുത്ത് നോക്കും. അല്ലാതെ എനിക്ക് ആ ഗെയിം പ്ലേ കാണുമ്പോ എനിക്കൊരു ഇത് തോന്നൂല. പക്ഷെ അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ഞാൻ കളിക്കാത്തൊരു സാധനം എന്ന് വെച്ചാൽ നമ്മള് ഒരു ലൈവ് ആക്ഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കളിക്കുന്നത് അതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്ന് കളിക്കണേന്നും എനിക്കങ്ങനെ ഒരു എന്റർടൈനിങ് ആയിട്ട് തോന്നാറില്ല. എനിക്ക് തോന്നുന്നു ഈ കളിക്കുന്നവരുടെ ഒരു സംസാരവും അവരുടെ റിയാക്ഷൻ ഒക്കെ ആയിരിക്കും ആൾക്കാരെ പിടിച്ചിരുന്നത്. അല്ല, അത് ആ ഒരു എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയ പ്യൂഡിഫൈഡ് കണ്ടാണ് ലൈവ് അല്ല, അല്ലാണ്ട് ഗെയിം പ്ലേ കാണാൻ തുടങ്ങി. മറ്റേ അംനേഷ്യയൊക്കെ ആ സമയത്ത് ഇറക്കിയപ്പോഴാണ് കണ്ടാണ്. അതൊക്കെ കണ്ട് ഈ ഹൊറർ ഗെയിംസിന്റെ സംഭവം കണ്ട് അതെനിക്ക് ഭയങ്കര നല്ല രസമായിരുന്നു. അത് ഇനി പിന്നെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിംസ്, കൗണ്ടർ സ്ട്രൈക്ക് അത് കാണുമായിരുന്നു. പിന്നെ അതിന് ശേഷം മറ്റേ പബ്ജി അതിൻ്റെ ഒരു സാധനമൊക്കെ വന്നു. പിന്നെ ഷ്രൗഡ്. അങ്ങനെ പിന്നെ ഈ മൾട്ടിപ്ലെയർ ഗെയിംസ് കളിക്കുമ്പോൾ നമ്മളെക്കാട്ടി നന്നായിട്ട് കളിക്കണവന്മാരുണ്ട്, കുറെ കിട്ടിലായിട്ട് കളിക്കും. അവരെ ഗെയിം പ്ലേ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ വാലറന്റ് എനിക്ക് തോന്നുന്നു കണ്ണനും ഏതാണ്ട് ഒരു കാർത്തികൊക്കെ തുടങ്ങി 1 വർഷം. അത് അതിന്റെ ഇടയ്ക്ക് തന്നെ കോവിഡിന് മുമ്പ് തന്നെ പബ്ജിയാണ് പബ്ജിയും വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പബ്ജിയൊക്കെ പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. പബ്ജി ഒരു നമ്മൾ തമ്മിൽ സംസാരമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമാണ്. അത് കണ്ടോണ്ടിരിക്കാനൊക്കെ രസമാണ്. അല്ല, ഗെയിം പ്ലേ തന്നെ മറ്റേ എനിക്ക് നല്ല രസം. ആദ്യമൊക്കെ നല്ല രസം ഗോകുവിന്റെ. ഈഗിളിനെക്കാട്ടിയും കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും ഗോകു ആയിരുന്നു. പിന്നീട് ഈഗിൾ വന്നു. പിന്നെ ഇങ്ങനെ മറ്റേ ഇതൊരു ജോക്കർ, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നു. സൈക്കോ, ബ്ലൈൻഡ് സൈക്കോ, അങ്ങനെ കുറച്ച്. കാസ്ട്രോ ഉണ്ടായിരുന്നു. കാസ്ട്രോ എനിക്ക് തോന്നുന്നു ആ ടൈമില് ആദ്യമായിട്ട് 10,000 വാച്ചിങ് ഉണ്ടായിരുന്നു. അവന്റെ ആണെന്ന് തോന്നുന്നു, കാസ്ട്രോയുടെ ആണെന്ന് തോന്നുന്നു. പിന്നെ അവര് മറ്റേ ഇതിലോട്ട് പോയി. ആർത്തി
GTA 5 RP റോൾ പ്ലേ ഗെയിംസിലോട്ട് പോകുന്നത്. അത് കുറച്ചുകൂടെ രസമാണ്. അത് അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാന്നുള്ളവരാണെങ്കിൽ നല്ല രസമാണ്. ഇവരുടെ ഇന്ററാക്ഷൻസ്, ഇവരുടെ ക്യാരക്ടറും ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു സംഭവം വെച്ച് അതൊക്കെ നല്ല രസമാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു റീലൊക്കെ ക്ലിപ്പും നല്ല ബാബു, അതെ അതെ നല്ല രസം. ശരിയാ, ബാബു നമ്പൂതിരി. ബാബു നമ്പൂതിരിയൊക്കെ നമ്മുടെ പഴയ പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. ബാബുവും റിബൽ, ലൈൻ റിബൽ അവനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഈ ഒരു ഗെയിം സ്ട്രീമിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്ന കാരണം ഞാൻ കാണുന്നത് നിങ്ങളെയൊക്കെ ലൈവാണ്. മറ്റേ 100K 200K സെലിബ്രേഷൻ വരുമ്പോ അതാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് കണ്ടത്. അതെ അതെ അത് നീ ഇരുന്ന് കാണാറുണ്ടോ? ആ ലൈവ് ഞാൻ കൊറേയൊക്കെ ലൈവ് പോണ സമയത്ത് കാണുമെങ്കിൽ കണ്ടോണ്ടിരിക്കും. അത് രസമാണ്. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ആദ്യമായിട്ട് കാർത്തികിന്റെ ലൈവില് മറ്റേ 5K 1000K 10K അല്ല 5K ആണെന്ന് 5K ആണെന്ന്. കാര്യം അന്ന് മറ്റേ 10,000 സബ്സ്ക്രൈബർ ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊക്കെ കിട്ടും, മോണിറ്റൈസേഷൻ. അല്ല ലൈവ് പോകുന്നതിന് എന്തോ ഇതില്ലേ, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ 5K-യിലാണെന്ന് തോന്നുന്നു. അത് ആദ്യമായിട്ട് മറ്റേ അവന്റെ മംഗലാപുരത്ത് വീട്ടിൽ എവിടെ കണ്ട വെച്ചാൽ ഞാനും കാർത്തിക്കും അഖിലേഷും വന്നു തോന്നുന്നു ലാസ്റ്റ്. പിന്നെ ഡിക്ഷണറി വായിക്കണൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഡിക്ഷണറി വായിക്കുന്നത് മറ്റേ എവിടെ കവടിയാർ വെച്ച്. കവടിയാർ നിങ്ങളെ വീട്ടിലാണ്, നിങ്ങൾ എല്ലാവരും നിന്നൊരു വീട്. അതെ അതെ കവടിയാർ അവിടെ വെച്ചായിരുന്നു. അയ്യോ രസമായത്. അത് ഭയങ്കര സംഭവം തന്നെ കണ്ടോണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് മറ്റേ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ എങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട്. ആ ഒരു പരിപാടി ഇതേപോലത്തെ കുറെ സാധനങ്ങൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ആ ഒരു ലൈവ് സ്ട്രീമിംഗ് ആയിരുന്നു നമ്മുടെ ഡോക്യുമെന്റ് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടുതൽ ടൈം എന്തോ എടുത്തോണ്ട് അത് പ്രോസസ് ആയില്ല. പിന്നെ നമ്മള് 100K വ്യൂസ് 50K അല്ലേ 1 മില്യൺ 2 മില്യൺ മൈൽസ്റ്റോണുകളിലാണ് പോണത്. അങ്ങനെ ലൈവ് പോവാ. മറ്റേ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാനുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് ഇപ്പം ഡെയിലി ലൈവുകളും പരിപാടികളൊക്കെ തുടങ്ങി. പിന്നീടാണ് മറ്റേ നമ്മുടെ ഇന്റലക്സിൽ നമ്മൾ ലൈവ് പോയിട്ടുണ്ട്, ഇന്റലക്സിലും പോയിട്ടുണ്ട്, ലൈവ് പോഡ്കാസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ മറ്റേ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചു കൊടുക്കും. ഓരോരുത്തർ വന്ന് പൈസ ഇടുമ്പോ ഇതിന് ചെറിയ വെടി, വലിയ വെടി, ബോംബ്, പലതരം സൂപ്പർ ചാറ്റ് ഇടാമോ പലതരം ആ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നീട് എനിക്ക് തോന്നുന്നത് മറ്റേ ഐഷോ സ്പീഡും അല്ലെ ഈ ആ ഒരു സമയത്ത് തന്നെ IRL ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര വൈഡായിട്ട് ഇത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ആരും ചെയ്യാറൊന്നുമില്ല, IRL അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നീടാണ് ഈ തൊപ്പി വന്നിട്ട് തൊപ്പി ആദ്യമേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ. ആക്ച്വലി ഈ ഗെയിമിങ്ങിലുണ്ട്, PUBG-യിലുണ്ടായിരുന്നു, MRC-യിലുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഐഷോ സ്പീഡിന്റെ ഒരു ഇൻസ്പിറേഷനിൽ ഇവൻ തുടങ്ങി ആ ഒരു ക്യാരക്ടർ പിടിച്ച്. പിന്നീടാണ് ആ ഒരു അതെ 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 ആ ഒരു സംഭവം ഇങ്ങനെ വന്ന് ഇപ്പൊ എവരിൽ നിൽക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ ട്രെൻഡ് ഗെയിം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ പൊതുവേ ഉള്ളത് ഗെയിമിന് അങ്ങനെ ഒരു യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അത്ര ഒരു വ്യൂസ് കിട്ടാറില്ല മറ്റ് തൊപ്പി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ. പണ്ട് മലയാളത്തിൽ ഇപ്പൊ ട്രെൻഡ് ഇത്തിരി ലൈവ് സ്ട്രീം അങ്ങോട്ടായി മാറി, കുറച്ച് മാറ്റമുണ്ട്, കുറച്ചൊരു ഇൻക്ലൈൻ ആയിട്ട്. അല്ല അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ മറ്റേ ഇപ്പം പണ്ടൊക്കെ ഒരു നീഷ് ഓഡിയൻസ് ആണ് വന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഈ റോൾ പ്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു നീഷ് ഓഡിയൻസ് മാത്രമേ വന്ന് കാണും. ഇപ്പം ഇഷ്ടമുള്ളവരാണ് കൂടുതലും. അല്ലാതെ ഇപ്പൊ ഈ അടി കാണാനും അല്ലെങ്കിൽ എന്ത് കാണിക്കും തൊപ്പിയുടെ സാധനം പിന്നെ അങ്ങനെ ഇല്ലല്ലോ. ഒരു ഗെയിം അറിയണമെന്നില്ലല്ലോ, ചുമ്മാ ഒന്ന് കാണാമല്ലോ. ഇപ്പം അവന്റെ എനിക്ക് തോന്നുന്നു എന്ത് കാണിക്കും എന്നറിയാനുള്ള ഒരു ഇതിൽ ക്യൂരിയോസിറ്റിയിൽ വന്ന് ചെയ്യുന്ന കുറെ വന്ന് കാണുന്ന കുറെ അങ്ങനത്തെ ഓഡിയൻസ് കുറെ പേര് വന്നു. അതാണ് ഈ 25K-യും 50K-യും അല്ലെങ്കിൽ 35K ഒക്കെ വന്നത്. മറ്റേ ഗെയിമിംഗ് ഓഡിയൻസ് ഇങ്ങോട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സാധാ ഓഡിയൻസ് ഇങ്ങോട്ട് വന്നു തോന്നുന്നു. അല്ലടാ ഈ ഗെയിമിംഗ് ഒരു ഗെയിം പ്ലേ കാണാനൊക്കെ അത് എങ്ങനെയായിരിക്കും അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമേ എന്നുവെച്ചാൽ ഗെയിം പ്ലേ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ എങ്ങനെയായിരിക്കും? നല്ല ഗെയിം പ്ലേ കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയ ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ ആ വീഡിയോ ഇടുന്നവന്റെ ക്രിയേറ്ററിന്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിരിക്കും. ഇപ്പം കുറെ ആൾക്കാരുണ്ട്, SQC അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ചിലരുടെ ഗെയിം പ്ലേ അവരുടെ ഈ കമന്ററി ആയാലും അല്ലെങ്കിൽ അവരെങ്ങനെ ഗെയിം കളിക്കുന്നു പ്രശ്നത്തിനെ നേരിടണമെന്ന് മാത്രമല്ല ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, ലൈവ് ഓഡിയൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അതിലാണ് ലൈവ് സ്ട്രീമിന്റെ എല്ലാം ഇരിക്കുന്നത്.
അല്ല നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്. ചുമ്മാ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു തോന്നുന്നില്ല. അവര് സംസാരം കേൾക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സായിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഒരുപാട് പേര്. അല്ല അവനെ അവൻ ഭയങ്കര ചീത്തവിളിയാണ്. അപ്പൊ മോൻ്റെ അടുത്ത് നല്ല കാര്യം പറയാൻ പറ്റും. തൃശ്ശൂർ പൂരത്തിന് വരുമോന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂരുകാർക്ക് മുഴുവൻ തെറി. എന്നിട്ട് അടുത്ത ഒരു വർഷം കഴിഞ്ഞിട്ട് തൃശ്ശൂർ നല്ല കാര്യത്തിൽ എന്തോ പറയുന്നത്. അല്ല തെറിവിളി പക്ഷെ ഭയങ്കര കൂടുതലാണെന്നാണ് മൊത്തത്തില് ഈ ലൈവ് സ്ട്രീം ചെയ്യുന്നവരിൽ കുറച്ച് റേജ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഹെഡ്ഫോൺ ഇല്ലാതെ ഇരുന്ന് ഇത് കാണാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു ഓൾഡ് സ്കൂൾ ലൈവ്. ഈ ലൈവ് സ്ട്രീമിങ് കുറെയൊക്കെ ചേഞ്ച് വന്നില്ല. അതേപോലെ ഇപ്പം ഗെയിം സ്ട്രീം ചെയ്യുന്നതും കുറെയൊക്കെ മാറുമായിരിക്കും തോന്നുന്നു. ഇപ്പം ട്രഡീഷണൽ ആയിട്ട് സ്ട്രീം ചെയ്യുന്നതിന് പകരം വേറെ എന്തെങ്കിലും രീതിയിൽ മാറ്റിയാൽ ആൾക്കാർ കാണത്തുള്ളല്ലേ, കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് വാല്യൂസ് കൊണ്ടുവരണല്ലേ. ആൾക്കാർക്ക് കൂടുതൽ ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റണം എന്നാൽ ലൈവ് കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നിയത് ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മളുമായിട്ട് സംസാരിക്കും. അതെ, ഒരു കമ്മ്യൂണിറ്റി ഒരു സാധനം ഉണ്ടല്ലോ, അത് വന്നാല് ഇപ്പം വ്ളോഗ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഇപ്പം അല്ലാണ്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടിയും കുറച്ചുകൂടെ എൻഗേജ്മെന്റ് ആൾക്കാർക്ക് ലൈവിൽ വരാൻ കാര്യം അവരും കൂടെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പാലം ഇട്ടാലേ ലൈവിൽ കുറച്ചുകൂടെ വരും. ഇപ്പൊ ലൈവ് ഇപ്പം വ്ളോഗും ലൈവിലുണ്ടല്ലോ കുറച്ചും കൂടെ ഇപ്പൊ നല്ല രീതിയിൽ നല്ല റിലേറ്റീവ് ആണെങ്കിലേ വ്ളോഗിനെ കാട്ടി കുറച്ചും കൂടെ ഒരു കണക്ഷൻ ലൈവിൽ കിട്ടും. ഒരു ഇമോഷണൽ കണക്ഷൻ ലൈവിൽ കിട്ടും. കാരണം നമ്മള് റിയൽ അല്ലേ, നമ്മള് റിയൽ ആയിട്ട് ഇരിക്കുകയല്ലേ. നമ്മളൊരു സാധനം ടൈപ്പ് ചെയ്യുമ്പോൾ അവർ റിയാക്ഷൻ ചെയ്യുക. ഞാൻ ഇപ്പം ഒരു സാധനം എടാ പട്ടി എന്ന് പറഞ്ഞ ഇങ്ങനെ മെസ്സേജ് ആയിരുന്നു, ഒരു എടാ പട്ടി $2 ഇട്ടായിട്ട് അയച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് മറ്റേ ക്രിയേറ്റർ അവിടെ നിന്ന് കാണുക, കണ്ടിട്ട് പറയാം എടാ പട്ടി $2 അയച്ചു. ആ ഒരു അതൊരു ലൈവായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയാണല്ലോ. പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, നമ്മൾ എന്താണ് അടുത്ത ചെയ്യോ എന്ത് ചെയ്യോ ഇങ്ങനെ നോയിക്കോട്ട്. നമുക്കൊരു കളി കാണുമ്പോഴും ലൈവ് കാണുമ്പോഴും അല്ലേ അതിന്റെ ഒരു ഇത് രസം ഇരിക്കണം. അപ്പോഴ് നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കും ലൈവ് എന്താണ് ഇനി അടുത്ത് കാണിക്കണമെന്ന് വെച്ചാൽ അറ്റൻഷൻ. സാധാ വ്ളോഗ് ആണെങ്കിൽ വ്ളോഗോ വേറെന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അറ്റൻഷൻ പോകൂലേ. ഇപ്പൊ ലൈവ് ആണെങ്കിൽ എന്ത് അടുത്ത് വരും എന്നൊരു ഇത് വരും എന്ന് വെച്ചാൽ ഒന്നും കട്ട് ചെയ്ത് പോകില്ലല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ട്, കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ അത് നമ്മൾ ഇപ്പൊ ലൈവിൽ നമ്മളും ചേഞ്ച് ചെയ്യാൻ കുറെ സാധനമുണ്ട്. ഈ കുറച്ചുകൂടെ ഈ ആൾക്കാർക്ക് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അത് ചെയ്യണം. അല്ലെ ഇപ്പം ഇന്ററാക്ഷൻ മാത്രം. ഇപ്പം ഇന്ററാക്ഷൻ ഇപ്പൊ ഒരു ചാറ്റ് പോയി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വേറൊരു കാര്യം, ഒരു ഗെയിമോ ചാറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാതെ ലൈവായിട്ടൊരു ഗെയിമോ ഒരു ക്രിക്കറ്റ് കളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം. ഞാൻ ഒരു സ്ട്രീമറിന്റെ കണ്ടിട്ടുണ്ട്, ഡക് 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 എന്നാണെന്ന് തോന്നുന്നു അങ്ങേരെ പേര്. അപ്പൊ അങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഗെയിം പ്ലേയില് ഒരു കോഡറാണ്. ഇപ്പൊ പുള്ളി അങ്ങേരുടെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചാറ്റ് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം പറയുമ്പോഴത്തേക്ക് ആ ഗെയിം പ്ലേയിൽ തന്നെ ആ സംഭവം വരും. ആ ഗെയിം പ്ലേനെ ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചാറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു സാധ്യതയാണ്. അപ്പോൾ അത്രയും എൻഗേജ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഇവനെ ഇങ്ങനെ ഹാർഡ് ചെയ്യിപ്പിച്ച് അതേപോലത്തെ ഇന്ററാക്ഷൻസ് ലൈവിൽ നമുക്കും കൊണ്ടുവരാൻ പറ്റിയ നല്ലതായിരിക്കും. ഇപ്പം C4 നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ പോലും അതിൽ ആൾക്കാരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ ഗെയിംസ് ഒക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അപ്പൊ നമ്മള് ഈഗിളിന്റെ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോ ലൈവിനെ പറ്റിയിട്ടും ലൈവിന്റെ ഹിസ്റ്ററിയും അനന്ത സാധ്യതകളെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞായിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. തള്ളി വിടുക. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഒരു നമ്മള് ഇത്രയും കാലം കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇതല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഒരു സാധനം എടുത്തു പറയാനുള്ളതാണ്. നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് തട്ടുകട. കേരളത്തിലെ തട്ടുകടയോ മാഫിയയോ എന്നൊരു സംഭവം യൂട്യൂബ് ഞാൻ കണ്ടു. അത് പറയാനാണ് ഉദ്ദേശിച്ചത്, അല്ല ഞാൻ പറഞ്ഞില്ല. അല്ല നമ്മളിപ്പം തട്ടുകട നമ്മൾ ഈ ഇടയ്ക്ക് ഒന്ന് കഴിച്ചായിരുന്നു. നമ്മൾ 4-5 പോയി കഴിച്ചായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം
ഒരു റീല് കണ്ടായിരുന്നു. ആ തട്ടുകട മുഴുവൻ എല്ലാം പൂട്ടിച്ചെന്ന് പറഞ്ഞ ഒരു റീല് കണ്ടായിരുന്നു. അത് പുള്ളി അതിൽ ഭയങ്കര ഒരു ഇനി അഫോർഡബിൾ പൈസ റേറ്റിന് നമ്മൾ എവിടെ പോകും, എവിടെ പോയി ഫുഡ് കഴിക്കും എന്നുള്ള സാധാരണക്കാരുടെ ഒരു ആശ്രയമായിരുന്നു തട്ടുകട. അങ്ങനത്തെ ഒരു രീതിയിലാണ് പറഞ്ഞത്. അഫോർഡബിൾ രീതിയിൽ ഇനി കഴിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു രീതിയിലാണ് പറഞ്ഞത്. പിന്നെ ഇപ്പം തുറന്നിട്ടുണ്ടല്ലേ, വീണ്ടും തുറന്നു. അതിലെ കമന്റുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പൊ കമന്റിൽ ഫുള്ള് അഫോർഡബിൾ റേറ്റ് എന്ന് ആരാടാ പറഞ്ഞത്, പിന്നെ കുറെ അല്ല തട്ടുകടകളില് പലരും വിചാരിച്ചിരിക്കുന്നത് അഫോർഡബിൾ ആണ് എന്നുള്ള രീതിയിലാണ് എല്ലാരും പോയി കഴിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള തട്ടുകടകൾ കുറവാണ്, ഇല്ലെന്ന് പറയുന്നില്ല, കുറവാണ്. അല്ലാതെ മാറിയില്ലേ, പണ്ടുണ്ടായിരുന്നാണ്, ഇപ്പം ചേഞ്ച് ആയില്ലേ? ഇപ്പൊ ചേഞ്ച് ആയി. എനിക്ക് തോന്നുന്നു ഹോട്ടലിന്റെ റേറ്റിനോട് തന്നെ സാമ്യതയുള്ള രീതിയിൽ തന്നെയാണ്. ഹോട്ടലിന്റെ റേറ്റിന്ന് കൂടിപ്പോയ ഒരു 50 രൂപ എങ്ങനെ വ്യത്യാസം വരും, അത്രേ തോന്നിയുള്ളൂ. അത് വെച്ച് നമ്മൾ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു. ഇപ്പൊ വെള്ളം, കൈ കഴുകണ വെള്ളം തന്നെ റണ്ണിങ് വാട്ടർ അല്ലല്ലോ. പിന്നെ ഇത് നമ്മളെ ലൊക്കേഷൻ, ഇരിക്കുന്ന സ്ഥലം ഹൈജീനിക്ക്. പിന്നെ നമ്മൾ പോയപ്പം എലിയൊക്കെ ഉണ്ടായിരുന്നു. അത് റോഡിന്റെ സൈഡാണ്, പിന്നെ എന്തായിക്കോട്ടെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷെ അത് ഭയങ്കര രീതിയിൽ തട്ടുകട ഭയങ്കര നമുക്ക് പൈസ ഭയങ്കര ലാഭമാണ്, അതുകൊണ്ട് തട്ടുകടയിൽ തന്നെ പോകണം, അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ. അത് സത്യം പറഞ്ഞ ഒരു മിത്ത് പോലെ മിത്തായി. അല്ല പണ്ട് അങ്ങനത്തെ ഒരു സംഭവം ആയിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് ഇപ്പോഴത്തെ കണക്കല്ല. പണ്ട് ഈ പറയുന്ന കണക്ക് ദോശ, ചമ്മന്തി, സാമ്പാർ, രസവട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അവര് ഈ മെനു കൂട്ടി എനിക്ക് തോന്നുന്നു ഈ ഫ്രൈ ഐറ്റംസും പുട്ട് ബിരിയാണി അങ്ങനത്തെ ഒരു ഹോട്ടൽ പോലെ ആക്കി കൊണ്ടുവരികയാണ് അവർ ഈ തട്ടുകടകളെ. അതിന്റെ ഒരു വ്യത്യാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ ജഗദീഷ് ഉണ്ടല്ലോ, ജഗദീഷാണ് ഇതിനെല്ലാം കാരണം. പുള്ളി ഏതൊക്കെ ഇന്റർവ്യൂവിൽ ചെന്നിട്ട് മറ്റേ നമുക്ക് തട്ടുകടയിൽ പോയാൽ എല്ലാം കിട്ടുമല്ലോ, മറ്റേ തട്ടുകടേനെ ഭയങ്കര ഗ്ലോറിഫിക്കേഷൻ ആയിരുന്നു. ഒരു മിക്കതിലും വന്നിട്ട് പറയുമായിരുന്നു, തട്ടുകടയിൽ പോവാ, ഒരു ദോശ കഴിക്കുക, മറ്റേത് കഴിക്കുക, ഇത് കഴിക്കാം, പോവാ. സിംപ്ലിസിറ്റിയും കൂടെ ഉണ്ട്. തട്ടുകടയിലാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡൗൺ ടു എർത്ത് അല്ലേ. അതെ, സിംപ്ലിസിറ്റി കാണിക്കാനായിട്ട് പുള്ളി ആ സാധനം കുറെ പറഞ്ഞു. ഇപ്പൊ തട്ടുകടയിലും ഭയങ്കര പൈസ. നമ്മൾ കഴിച്ചപ്പോ ആ ദോശയ്ക്ക് അവിടെ സാമ്പാർ പോലും ഇല്ല. സാമ്പാറുണ്ട്, ചമ്മന്തി ഇല്ല. അതില് പണ്ടാണെങ്കി 2 രൂപയ്ക്ക് 1 രൂപയ്ക്ക് ദോശ കിട്ടും. അങ്ങനത്തെ ഒരു രീതി, ഒരു ചെറിയ ദോശ ഇങ്ങനെ അടുക്കി ഇട്ടിട്ട് നമുക്ക് കഴിക്കുമായിരുന്നു. അതൊരു വേറൊരു സംഭവമായിരുന്നു, ഒരു ഫീലും ആയിരുന്നു. എനിക്ക് ബേക്കറി ജംഗ്ഷനിലുണ്ടായിരുന്നു ചെറിയ ദോശ, മറ്റേ രസവട, അതൊക്കെ നല്ല രസം. പിന്നെ മാറ്റം വന്ന് ഇപ്പം കല്ലമ്പള്ളിയിൽ ഉണ്ടായിരുന്നല്ലോ, കല്ലമ്പള്ളിയിൽ ആലപ്പുഴയിൽ അങ്ങനെ എന്തോ. അപ്പോഴാണ് ഈ തട്ടുകട ഭയങ്കര വിഭവമായിട്ട് താറാവ് കറി അങ്ങനത്തെ പല പല സാധനങ്ങൾ വന്നത്. പിന്നെ അവിടെ ഭയങ്കര കച്ചവടമായിരുന്നു, ഭയങ്കര ആളായിരുന്നു ആ സാധനം. കുറച്ച് കഴിഞ്ഞപ്പോ ഒത്തിരി മോഡ അവർക്ക് കൂടി തുടങ്ങി. എന്തേ ചോദിച്ചു കഴിഞ്ഞാൽ തട്ടിനൂട്ടാണ്, നമ്മളെന്തോ തക്കുത്രമാണ്, എന്തോ അങ്ങേരെന്തോ നമ്മള് 5 സ്റ്റാറിൽ പോയാൽ പോലും കുറച്ച് അവരൊക്കെ ഭയങ്കര ഈ കസ്റ്റമേഴ്സിനെ ഭയങ്കര കെയറാ. പക്ഷെ ഇത് ഒട്ടും കെയറില്ല. ഇത് പുള്ളി എനിക്ക് തോന്നുന്നു ആ സമയം അവര്, നീ പറഞ്ഞ കറക്റ്റാ, അവരാണ് ആദ്യമായിട്ട് മറ്റേ കുറെ ഡിഷസ് ഒക്കെ വെച്ചിട്ട്, എനിക്ക് തോന്നുന്നു മറ്റേ തലക്കറി അങ്ങനത്തെ കുറെ സാധനങ്ങൾ, മട്ടൺ, ബീഫ്, ചിക്കൻ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഭയങ്കര ഫേമസ് ആയി, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഫേമസ് ആയി. പിന്നീട് നമ്മളൊക്കെ പോകുമ്പോഴത്തേക്കും അവർക്ക് മൈൻഡില്ല, കസ്റ്റമർ സർവീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. പ്രൈസ് എങ്ങനെയായിരുന്നു? പ്രൈസ് അപ്പൊ അത്ര വലുതായിട്ട് കൂട്ടിയില്ല. എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് പ്രൈസ് കൂടി. അല്ല ഇവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാ, ഈ പൈസ എനിക്ക് തോന്നുന്നു കുറയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് കൊടുക്കണ്ട, അങ്ങനത്തെ ഇതല്ലോ, റെന്റില്ല. പിന്നെ റെന്റില്ല, വേറെ ഒരു ഭയങ്കര മുതൽ മുടക്കില്ല. സാധാരണ ഒരു ഹോട്ടലുകാര് തുടങ്ങണത് റെന്റ്, അഡ്വാൻസ്, ഡിപ്പോസിറ്റ്, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനത്തെ സാധനങ്ങൾ മൊത്തത്തിലുണ്ടല്ലോ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ കുറവാണ്. എനിക്ക് തോന്നുന്നു പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ എന്തോ ഇത് എടുക്കണം ഈ റോഡില്, അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. റിസ്ക്കും കുറവാ. മറ്റേ വെച്ച് നോക്കുകയാണെങ്കിൽ അവരിത്രയും പൈസ മുടക്കി ചെയ്യണല്ലേ. അത് വെച്ച് നോക്കുമ്പോ ഇവര് പൈസ കുറച്ച് വേണം സാധനം വിൽക്കാനുള്ളത്. സാധനം വിൽക്കാനുള്ളതും അവർക്കൊരു കുറച്ചും കൂടെ ഒരു നമ്മളെ അടുത്ത് ഒരു വൃത്തിയാക്കിയെങ്കിലും സാധനം തരണം. അത്രയും പൈസ വാങ്ങണം, ഹൈജീനിക് ആയിട്ടുള്ള ഒരു സ്പേസ് അവര് സെറ്റ് ചെയ്യണം. കുറച്ച് സാധനങ്ങളും വെക്കണം. നമ്മള് ഇടയ്ക്ക് വെച്ച്
നമ്മള് കാര്യവട്ടത്ത് പോയപ്പോ ഒരു അമ്മച്ചീര കട ഉണ്ടല്ലോ. അയ്യോ അത് ശ്രീകാന്ത് ശ്രീകാന്ത് പറഞ്ഞു, ഓ അമ്മച്ചീര കട നല്ല രുചിയായിരിക്കും. ശ്രീകാന്ത് പറഞ്ഞിട്ട് അമ്മച്ചി ഇങ്ങനെ ശ്രീകാന്തിനെ നോക്കി ശ്രീകാന്ത് വീണു ടീം. എന്നിട്ട് നമ്മളെല്ലാരെയും വിളിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ബീഫ് വാങ്ങിച്ചു. ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു 4 പീസ് ഇങ്ങനെ ഒരു കിണ്ണത്തിൽ. അതിനെന്ത് പ്രൈസ്? 120 രൂപ. ഇത്ര പോലെ ഉള്ളൂ. അന്നത്തോടുകൂടി അവിടത്തെ പോക്ക് നിർത്തി. പിന്നെ ഒരു ദിവസം ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് ഇവിടെ കൊള്ളാന്ന് പറഞ്ഞു. ഒരു ഇത് അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടായിരുന്നല്ലോ, ഹാഷിമുണ്ട്. അത് അവിടെ കയറിയപ്പോഴ് ചിക്കൻ ഫ്രൈ പറഞ്ഞായിരുന്നു. ചിക്കൻ ഫ്രൈ പറഞ്ഞതില് മറ്റേ നമ്മള് ഗ്രേവിക്ക് ഉണ്ടാക്കണ സാധനം ഉണ്ടല്ലോ, ഗ്രേവിക്ക് പാർട്സ് ആയിട്ട് ഉണ്ടാക്കൂലേ, കഴുത്ത്, മറ്റേ പീസ് ചിക്കൻ, ഈ മാംസം ഇല്ലാത്ത സാധനങ്ങൾ, കഴുത്ത്, പിന്നെ ബാക്ക്, അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങളൊക്കെ അതാണ് ഒരു ഫ്രൈ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങ് തന്ന്. അപ്പം അവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ, എടാ ഇത് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തെ അവൻ പറഞ്ഞു ചിലപ്പോ ഫ്രീ ആയിരിക്കും എന്നാണ്ട പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോ ഫ്രീ പൊടിയായിരിക്കും ഇത് മറ്റേ ചിക്കൻ ഫ്രൈയിൽ കിട്ടുന്ന പൊടിയില്ലേ, അതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ, ഇത് ഇവിടെ എല്ലാ പീസും കിട്ടും. ഇവിടെ സോഷ്യലിസ്റ്റ് ആണ്, എല്ലാ പീസും വരും. ഇവിടെ ഫ്രൈ എന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോ അങ്ങേര് പറഞ്ഞു ഇവിടെ ഇതേ ഉള്ളൂ, ഇങ്ങനെയാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരുമാതിരി അമ്മാതിരി സംസാരം. അത് മലയാളികളായ നമ്മളോട്. പിന്നെ അത് ഒരു തട്ടുകടയുടെ അടുത്തുള്ള ഒരു ഇതങ്ങ് പോയി. പിന്നെ നമ്മള് ഇപ്പൊ അല്ലാണ്ട് സാധാ ഹോട്ടലുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മളവിടെ കരിയത്തൊരു ലാൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്, അവിടെ പോയാൽ ഇതിനെക്കാട്ടി പൈസയും കുറവാണ്, നല്ല ഫുഡ്, ഒരുപാട് നേരം ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അതെ, കോഫി ഹൗസ് ഉണ്ടല്ലോ, കോഫി ഹൗസ് ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. കോഫി ഹൗസ് നമ്മൾ തട്ടുകടയിൽ പോണ അതേ റേറ്റ് തന്നെ കോഫി ഹൗസ്. എനിക്കൊന്നും അതിൽ നിന്നും കുറവാണെങ്കിലേ ഉള്ളൂ. നമ്മൾ ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് അത് അവിടെ ഒന്നും കുടിക്കാതെ അത് രണ്ട് തമ്മിൽ ഈക്വലായി. അപ്പൊ അത് നോക്കുമ്പോ ഭയങ്കര ചൂഷണമാണ് ഈ തട്ടുകടക്കാര്. ഇപ്പം മിക്കപ്പോഴും എല്ലാരും സാധാരണക്കാർ എപ്പോഴും തട്ടുകടയിൽ പോയി കഴിക്കാം, നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ നിൽക്കുമെന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് തട്ടുകടയിൽ പോകുന്നത്. പക്ഷെ അവര് അറിയുന്നില്ല. അല്ലേ, നല്ല തട്ടുകട ഉണ്ട്. പക്ഷെ നമ്മളിപ്പം പോകുന്ന തട്ടുകടയിലെ പ്രൈസും കാര്യങ്ങളും അവരെ ഒരു ഇതും ക്വാളിറ്റിയൊക്കെ അത്ര മോശമാണ്. പക്ഷെ അവർക്ക് അത്രയും ആൾക്കാരും ഉണ്ട്. അത് അവർ തിരിച്ചറിയണില്ല. പറഞ്ഞ കൺസ്യൂമേഴ്സ് അറിയുന്നില്ല. പക്ഷെ ഈ ഹോട്ടലുകാരുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഹോട്ടലുകാർ ഈച്ച അടിച്ചിരിക്കുന്നു. നാലാഞ്ചിറയാണെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്. അവര് ഹോട്ടലിന്റെ ഷട്ടറിന്റെ പുറത്ത് തട്ടുകട പോലെ സെറ്റ് ചെയ്താണ് ഇപ്പൊ വിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ഗതിയുടെ. പിന്നെ ആ നാലാഞ്ചിറ ഭാഗം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഇങ്ങനെ നിരന്ന് റോഡിൽ ഫുൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഉണ്ട്. ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകണ്ട കേട്ടോ. ഇല്ല, ഹെൽമെറ്റ് വെച്ചിട്ട് മറ്റേ കാറിൽ 4 ഹെൽമെറ്റ് വെച്ചിട്ട് അല്ല, അവിടെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഫുഡ് സ്ട്രീറ്റ് ആയി. അത് കാണാനൊക്കെ നല്ല രസം തന്നെ. അല്ല, ഫുഡ് സ്ട്രീറ്റ് സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതൽ വരും. ആ വരുന്നവര് മാക്സിമം മുതലെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അത് തന്നെയല്ല, അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ ആയിട്ട് ഒരു ചൂഷണം ചെയ്യാതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. അല്ല, ബെസ്റ്റ് ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വില പട്ടിക ഇങ്ങനെ എഴുതി വെക്കുക. ആ സാധനം ഇല്ല, അതൊരു മാന്യതയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത്ര പൈസ ആവും. അത് ചെയ്യാത്ത വശം മറ്റേ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അവരിങ്ങനെ കണക്കി കൂട്ടും, ആകാശത്ത് കൂട്ടും. അതിങ്ങനെ ആകാശത്ത് ഇങ്ങനെ 550 നമ്മളാണെങ്കിൽ ഒന്നും ചോദിക്കത്തേ ഇല്ല. നമ്മള് വീട്ടിലെ കണ്ണാടി നോക്കി അല്ലേ ചോദിക്കൂ. അല്ല, അതുകൊണ്ട് മാത്രമല്ല, ആരും അങ്ങനെ ചോദിക്കണ കണ്ടില്ല അല്ലേ, ആരും അങ്ങനെ ഉടക്കണേന്നും കണ്ടേന്നുമില്ല. സാധാരണ ശ്രീകാന്തേട്ടൻ ചോദിക്കണ, അന്ന് ശ്രീകാന്തേട്ടനും ചോദിച്ചില്ല. ശ്രീകാന്തിന് അവിടെ നിന്ന് എങ്ങനെയും പോണോന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അവന് തട്ടുകടയിൽ പോയതിലേ അവന് ഭയങ്കര വിഷം. പിന്നെ അവിടെ നിന്ന് എങ്ങനെയും പോയത്. ദോശ എങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ദോശ കൊണ്ടുവന്ന് വെച്ച് അപ്പോഴ് അവിടെ ഇത് സാമ്പാർ കൊണ്ടുവന്നു. അപ്പോഴ് ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുകയാണ്, കറി വേണോന്ന്. സാമ്പാർ വേറെ ഒരു കറിയില്ല, ദോശ മാത്രമേ ഉള്ളൂ. കറി വേണോ? പിന്നെ കറിയില്ല. അല്ല, അങ്ങനെ ചോദിച്ച കോമഡി കേട്ടോ. ദോശ മാത്രമേ ഉള്ളൂ, ദോശ തിന്നുന്ന ഉദ്ദേശിച്ചത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ തട്ടുകട എക്സ്പീരിയൻസ്. പക്ഷെ നല്ല തട്ടുകടകളും ഉണ്ട് കേട്ടോ, അതില്ലെന്ന് പറയുന്നില്ല.
പക്ഷെ അത് നമ്മൾ തേടി പിടിച്ച് പോണം. നല്ല തട്ടുകട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രോഡിൽ ഇങ്ങനെ വെച്ചിരിക്കണത് മാത്രമല്ലല്ലോ തട്ടുകട. ഇപ്പൊ സംതൃപ്തി തട്ടുകടായിട്ട് കൂട്ടിക്കൂടെ? തട്ടുകട പറയാൻ പറ്റില്ല, അതൊരു സാധാരണക്കാർക്ക് പോയി കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. വലിയ റേറ്റ് ഒന്നും ഇല്ല. അത് നല്ല കടയാണ്. നല്ല കടയാണ്, റേറ്റും കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഫുഡും ഉണ്ട്, സർവീസും ഉണ്ട്. സർവീസും ഉണ്ട്. അതെ. പിന്നെ കുമാർ കഫേ ഉണ്ട്. പിന്നെ മറ്റേ ഗുഡ് മോർണിംഗ് ഹോട്ടല് മാറിയല്ലേ, കൊണ്ട് കുറച്ച് വ്യത്യാസം. പക്ഷെ അങ്ങനത്തെ ചെറിയ ചെറിയ കടകൾ കുറെ ഉണ്ട്. ഈ പ്രോപ്പർ ലൈസൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നടത്തുന്ന ഒരു കുറെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ കഴുത്തിറക്കണ സ്ഥലങ്ങള് ഇപ്പൊ തട്ടുകട നമ്മൾ വെളിയിൽ ഇരിക്കുമ്പോ നമ്മള് വിചാരിക്കും അയ്യോ പാവങ്ങൾ, അങ്ങനെ വിചാരിച്ചാണ് ഒരു പാവങ്ങളല്ലേ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട് മലയാളികൾക്ക്. അതും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ കാണും. പിന്നെ ഈ ആൾക്കാർക്കും വേണമെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് കാണുമല്ലോ. തട്ടടെ പോകാത്ത ആരും കാണൂല. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളും കമന്റിൽ ഇടുക. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണോ മോശമാണോ, തിരുവനന്തപുരത്ത് നല്ല തട്ടുകട ഏതൊക്കെ ഉണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ ഈ ഫുഡ് വ്ളോഗേഴ്സിൽ ഇപ്പം നമുക്ക് അറിയാൻ പറ്റണത് ഫുഡ് സ്പോർട്സുകളൊക്കെ കുറെയൊക്കെ ഫുഡ് വ്ളോഗേഴ്സിന്റെ ഇതായിരിക്കും. പക്ഷെ കുറെ അവര് തന്നെ കുറെ ഈ പെയ്ഡ് ആയിട്ടുള്ള സാധനവും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരു ഫുഡ് വ്ളോഗറിനെ കണ്ടിട്ടൊരു ഇത് കടയിൽ പോയത് ഓർമ്മയുണ്ടാ? നിങ്ങൾ ഒരു ചിക്കൻ ഫ്രൈ തേടി പോയത് ബർത്ത്ഡേക്ക്. അതെ 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 അതെ. നമ്മള് വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് അധികം ഫോക്കസ് ചെയ്തില്ല. ഒന്നുമില്ല, ഇതില് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു ട്യൂണൊക്കെ ഇട്ടിട്ട് സാധനം ഇടും. അവിടെ ചെന്ന് നോക്കിയപ്പോ പറഞ്ഞ സാധനം ഒന്നുമില്ല. പിന്നെ വൃത്തി എന്ന് പറയുന്ന സാധനം അതിലും പോയിട്ടില്ല. ഫുഡ് ബ്ലോഗേഴ്സും കുറച്ചൊന്ന് റെസ്പോൺസിബിൾ ആണ് അല്ലേ? ഈ പറയുന്ന കണക്ക് പെയ്ഡ് ചെയ്യുമ്പോ അത് ഒന്ന് ആലോചിക്കണം. നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോ ഈ ചിക്കൻ ഫ്രൈ പൊരിച്ചിങ്ങനെ കാണുന്ന നല്ല ക്യാമറ ആംഗിളിലൂടെ ഒക്കെ കാണുമ്പോ നമുക്ക് പോവാൻ തോന്നും. അതെ, റെസ്പോൺസിബിൾ ആവണോന്ന് പറയണില്ല, പക്ഷെ അവരുടെ ബിസിനസ് മോഡൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ഫേക്ക് പ്രോമിസുകൾ കൊടുക്കരുത്. പക്ഷെ നമ്മളിങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് വീണു ഇങ്ങനത്തെ സാധനങ്ങൾ. അവരിങ്ങനെ നല്ല ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോ തട്ടുകട ഈ എണ്ണയിലൊക്കെ പൊരിച്ച ചിക്കനൊക്കെ ഇങ്ങനെ കാണിക്കും. സെറ്റ് ക്ലോസപ്പ് ആണ് കാണിക്കുന്നത്. വൈഡ് കാണിക്കുമ്പോഴേ അവിടുത്തെ നമ്മൾ കാണുള്ളൂ. ഇല്ലടാ, ഇപ്പൊ തട്ടുകടയുടെ കാര്യം പറയുമ്പോഴേ നമ്മള് ചെന്നൈയിൽ പോയില്ലേ, ചെന്നൈയിൽ പോയി നമ്മൾ ബിരിയാണി 100 രൂപയ്ക്ക് എന്തോ കഴിച്ചു. ചാർമിനാർ ബിരിയാണി നമ്മള് സാധാ ഇവിടെ 200 രൂപയ്ക്ക് കഴിക്കണതിന് 100 രൂപയ്ക്ക് അവർ തന്ന, വെളിയിൽ മറ്റേ സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് തരണ. അവിടെ ഉള്ളത് നമ്മൾ തോന്നുമ്പോ അങ്ങനെ തോന്നൂല അല്ലേ? കറക്റ്റ് പ്രൈസും ഭയങ്കര എന്ന് വെച്ചാൽ അവിടെ ചെന്നൈയിലെ ഫുഡിന്റെ എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നിയത്. മറ്റേ കോര സ്ട്രീറ്റ് ഒക്കെ പോയില്ലേ, അവിടെ എന്ന് വെച്ചാൽ ഫുള്ള് അവര് ഒരു സ്പേസ് എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ചെയ്യാം. എന്ന് വെച്ചാൽ ഡൈനിങ് എല്ലാം സ്ട്രീറ്റ് ഫുഡ് കണക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇരിക്കാനായിട്ട് അവര് എല്ലാം ഡൈനിങ്ങിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കോമൺ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ ലുലു മാളിലെ പോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ, കോമൺ ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് സ്റ്റാളിൽ നിന്ന് വേണമെങ്കിലും വാങ്ങിയിട്ട് അവിടെ വന്ന് കഴിക്കാൻ. അതേപോലത്തെ ഒരു സാധനം ഇവിടെയും കൊണ്ടുവരാം. അതാണ് ഒരു ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് നമ്മുടെ ചിന്തയിൽ വരുന്നത്. അല്ല, ആ ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ സാധനമേ എന്ന് വെച്ചാൽ ഒരു നാടനും എല്ലാം കൂടെ ചേർന്നൊരു എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് കേറിയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട്. ഇപ്പൊ നമ്മൾ ലുലു മാളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡ് അല്ലേ, മോളിലാണ് IIC കെട്ടി. ഇത് ഓപ്പൺ ആയിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു ഫീല്, നല്ല ഫീലായിരിക്കും. തട്ടയുടെക്കാട്ടി ഫീലായിരിക്കും. ടൈം നോക്കിയിട്ടൊക്കെ അവിടെ 2 മണിക്കാ അപ്പോഴൊക്കെയാണ് ആ ഒരു. അപ്പൊ രാത്രിയിലൊക്കെ അങ്ങനെ ഒരു സ്പോട്ട് കിട്ടാന്ന് പറയുന്നത് കുറെ ആൾക്കാർ വരും. അത് നല്ല രസമാണ്. നമുക്ക് അവിടെ ചെന്നപ്പോൾ ഫീൽ ചെയ്തത് നല്ലൊരു, നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലതെന്ന് തോന്നിയ ഒരു സംഭവമാണ് കോര ഫുഡ് സ്ട്രീറ്റ്. അതുപോലെ പിന്നെ ആ ഒരു നമ്മൾ ലാസ്റ്റ് ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഫേമസ് ബിരിയാണി എന്തുവാണ്, SS ബിരിയാണി. അതെ, SS ബിരിയാണി. അത് നമുക്ക് ഒരു എമൗണ്ട്, നമ്മൾ മട്ടൺ ബിരിയാണി എന്തുകൊണ്ടാണ് അത് 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. പക്ഷേ പൈസ കുറവായിരുന്നു. പൈസ കുറവാണ്, പക്ഷെ നമ്മളത് പകുതിയാക്കി തരാൻ മുന്നേ ഇല്ല, പകുതിയാക്കാൻ പറ്റൂല. 2 പേർക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. ഉല്ലാസ് ഫ്രൈഡ് റൈസ് പക്ഷെ ഫ്രൈഡ് റൈസ് അത്ര വില കൂടുതലൊന്നും അല്ല, സാധാ നമ്മള് വാങ്ങുന്ന പ്രൈസേ ഉള്ളൂ. പക്ഷെ ഒരു 2-3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി. പക്ഷെ അവിടെ ആ ബിരിയാണി സെയിൽസ് ഉണ്ടല്ലോ, ഒരു ചെമ്പ് കൊണ്ടുവയ്ക്കും,
അത് കുറെ 10-15 മിനിറ്റ് കൊണ്ട് ആ ചെമ്പ് അടുത്ത ചെമ്പ് ചെമ്പ് വരും. അത് ബിരിയാണിയുടെ ഒരു സെയിൽസ് അത് കൊള്ളാം അല്ലേ. അത് ഒരു നമ്മളെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സെയിൽസ് നടക്കില്ല, എന്തൊരു തിരക്ക്, ഒന്നും നടക്കൂല, ക്യൂ ആണ്. അത് വേറൊരു കൾച്ചർ തന്നെ. ഇങ്ങനെ വന്നിട്ട് നമ്മളൊരു സൈഡിൽ നിന്ന് കഴിക്കുക. അതെ, മറ്റേ ഓഫീസിലൊക്കെ വന്ന് അവരൊക്കെ ബ്രേക്കിന് വന്നിട്ട് കഴിച്ചിട്ട്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോഴേ സാധാ നമ്മളൊരു ചായക്കടയിൽ തന്നെ പൂരി പൊരിക്കണം നമ്മളെ നിന്ന സ്ഥലത്ത് തന്നെ. അത് നല്ല രുചിയായിരുന്നു, നല്ല സെറ്റപ്പ് സാധനം. ചെന്നൈയിലെ ആ ഒരു സ്ട്രീറ്റ് ഫുഡ് അത് നമ്മൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെയൊക്കെ ഇവിടെ വരണം. തട്ടുകടകളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് ചൂഷണം കൂടുതലായിട്ട് തോന്നുന്നു. അത്ര അത് പറഞ്ഞു തന്നെ ഉള്ളൂ. അവരാ തട്ടുകടയുടെ എക്സ്പീരിയൻസ് മാറിയതും ഇല്ല, പക്ഷെ പൈസ കൂട്ടുകയും ചെയ്തു. അതാണ് ഒരു നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു ഉത്കണ്ഠ. പിന്നെ ബിസിനസ് ബാക്കി ഒരു ഹോട്ടലുകാർക്കും അതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിരപരാധികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് അവരെ കാട്ടി വില കുറച്ചല്ല അവര് വിൽക്കുന്നത്. പക്ഷെ അവർക്കാണ് കൂടുതൽ ഒരു ഇത് കസ്റ്റമേഴ്സ് കിട്ടുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അൺഫെയർനെസ് ഉണ്ട്. അത് പണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ പോഡ്കാസ്റ്റില് മൃണാൾ അങ്ങോട്ട് വന്നപ്പോ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ പുള്ളിക്ക് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ കാലക്രമേണ അതൊക്കെ ശരിയാണ്. അതെ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിലെ വിഷയങ്ങൾ. ലൈവിൽ നിന്ന് തുടങ്ങി തട്ടുകടയിൽ അവസാനിച്ച ഈ വെറൈറ്റി പോഡ്കാസ്റ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. ഈ സ്ട്രീമിങ്ങിന്റെ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് തീർന്നാണ്, അതിന് പറയണമെന്നില്ല. തട്ടുകടയെ കുറിച്ച് സ്ട്രീമിംഗ് കഴിഞ്ഞല്ലോ, അത് തീർന്നല്ലോ. ഇനി തട്ടുകട അതുകൊണ്ടാണ് നമ്മൾ തട്ടുകടയും കൂടെ ഇട്ടത്. അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് അഭിപ്രായം പറയണം. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് തട്ടുകട വളരെ റിലയബിൾ ആയി അഫോർഡബിൾ ആയിട്ടാണോ തോന്നിയത്? അതൊക്കെ ഒന്ന് പറയുക. പിന്നെ ഇന്നത്തെ നമ്മുടെ ഓവറോൾ പോഡ്കാസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ അത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു പോഡ്കാസ്റ്റുമായിട്ട് കാണുമ്പോഴേക്കും